അമ്മയ്ക്ക് എൻ്റെ പേര് പറയാൻ അറിയത്തില്ല. അപ്പോൾ നമ്മളിത് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മധുരക്കിഴങ്ങുണ്ട്, പൊട്ടറ്റോ ഉണ്ട്, നമ്മുടെ ബ്രൊക്കോളി ഉണ്ട്, കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. ഞാൻ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല, എനിക്കറിയത്തില്ല ഇതൊരു പരീക്ഷണം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച് കാണിച്ചല്ലോ. അപ്പോൾ ഈ സാധനത്തിനകത്തെല്ലാം കൂടി ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇങ്ങനെ ഇട്ടിട്ട് എയർ ഫ്രയറിനകത്ത് വെക്കാൻ പോകും കേട്ടോ. ഞാനപ്പോൾ മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്യുന്ന ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിനകത്ത് വെക്കാൻ പോകട്ടെ. എയർ ഫ്രയർ എടുത്ത് വെച്ചു, ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് കുറേ പരിമിതി കാണും. ഞാൻ തന്നെയാണ് ക്യാമറാമാൻ, അതുകൊണ്ടിട്ട് എനിക്കറിയത്തില്ല എങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചാണ് എടുക്കുന്നത് കേട്ടോ. എല്ലാം കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിനകത്തോട്ട് വാരി വെക്കട്ടെ. ഓക്കെ, ഞാൻ വെച്ചിട്ട് ബട്ടറും കൂടി ഇട്ടാലോ. അപ്പോൾ നമുക്ക് ബട്ടറും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അതേ ബട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഫ്രിഡ്ജിൽ ഇരുന്ന് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുക. ഞാൻ തട്ടിക്കൂട്ട് പാചകമാണ്, ഏത് രീതി പോകുന്നൊന്നും എനിക്കറിയത്തില്ല. സോ ബട്ടർ ഞാൻ ആഡ് ചെയ്തു, കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എയർ ഫ്രയറിനകത്തോട്ട് വെച്ചിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, ഞാൻ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയർ എടുത്തോട്ട് വെക്കുകയാണ്. ഓണായില്ലേ? ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്താണ് ഇടേണ്ടതെന്നാണ് നോക്കുന്നത്. നമുക്ക് വെജിറ്റബിളിന് അധികം ടൈം വേണ്ട, ഞാൻ ഫിഷിന് ടൈം ഇടുവാണ്. ഓക്കെ, സ്റ്റാർട്ട്. ഇതിലെന്തോ പ്രശ്നമുണ്ട് കേട്ടോ, തന്നെ ടൈമൊക്കെ അങ്ങ് ഓടി പോകുക കേട്ടോ. സംതിങ് പൊട്ടിത്തെറിക്കുവോ. എയർ ഫ്രയറിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ സൗണ്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും തുറന്നോ കേട്ടോ, കുറച്ച് നേരമായി വെച്ചിട്ട്. അയ്യോ, അപ്പം മറിഞ്ഞു പോയി. എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ വേവൊക്കെ കറക്റ്റാണോ. ഞാൻ കൈയിട്ടെടുത്ത് വെക്കുക കേട്ടോ, തിന്നോക്കട്ടെ. പക്ഷെ ബാക്കിയൊന്നും ആയിട്ടില്ല, ഒന്നും കൂടി വെക്കാം. എയർ ഫ്രയറിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആ എയർ ഫ്രയറിൽ നിന്നെടുത്ത് ഇതൊരു പാനകത്ത് മാറ്റി ബട്ടറും കുറച്ച് ആഡ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാനൊരു പൊടിക്കൊരു സമാധാനത്തിന് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടു. ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി കേട്ടോ. അത് ഏകദേശം ആയിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് ചെറിയ തീയിൽ ബോയിൽ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് വൃത്തിയിൽ വരുമായിരിക്കും. അതെ, അവസാനം ഞാൻ ഐറ്റമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവിച്ചതെന്നറിയോ, എയർ ഫ്രയർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ കുറേ നേരം അതിനകത്തൊക്കെ നോക്കി. അവസാനം ഞാൻ പാൻ എടുത്തു, കുറച്ച് ബട്ടറും കൂടി ഇട്ട് അതിനകത്ത് വെജിറ്റബിൾ എല്ലാം കൂടെ വീണ്ടും തട്ടിയിട്ടു.